US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് രാജ്യത്തു നിന്ന് നാടുകടത്തിയ ആദ്യ ബാച്ച് ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള വിമാനം അമൃത്സറിലെത്തി. മതിയായ രേഖകളില്ലാത്തതിനാലാണ് 205 പേരോളം വരുന്ന ഇന്ത്യക്കാരെ US രാജ്യത്തേക്ക് തിരിച്ചയച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ US വിമാനമെത്തിയത്. വിമാനം രാവിലെ ലാൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും പിന്നീട് വൈകുമെന്ന് അറിയിക്കുകയായിരുന്നു. 24 മണിക്കൂറിലധികം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് വിമാനം ഇന്ത്യയിലെത്തിയത്. 205 ഇന്ത്യൻ പൌരന്മാരുമായി US മിലിറ്ററിയുടെ Z-17 വിമാനം ടെക്സാസിലെ സാൻ ആന്റോണിയോയിൽ നിന്ന് ഫെബ്രുവരി 4 പുലർച്ചെയാണ് പുറപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 30 പേർ പഞ്ചാബ് സ്വദേശികളാണ്. അമൃത്സർ എയർപോർട്ടിൽ കനത്ത സുരക്ഷയാണ് പഞ്ചാബ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമൃത്സർ എയർപോർട്ട് ഡയറക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ, പോലീസ് കമ്മീഷണർ, CIF ഡയറക്ടർ എന്നിവർ യോഗം ചേർന്ന് സുരക്ഷാ നടപടിയുടെ ഭാഗമായി വിമാനത്താവളത്തിലെ കാർഗോ ഗേറ്റും മറ്റൊരു എൻട്രിയും ബാരിക്കേഡ് ചെയ്തിരുന്നു. എയർപോർട്ടിന് പുറത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ US സന്ദർശനത്തിന് മുൻപാണ് ഈ നടപടി. അധികാരം ഏറ്റെടുത്ത ഡൊണാൾഡ് ട്രംപിനെ കാണാനും അദ്ദേഹവുമായി ചർച്ചകൾ നടത്താനുമായി മോദി US-ലേക്ക് പോകും. കൂടിക്കാഴ്ചയിൽ അനധികൃത കുടിയേറ്റ വിഷയം ചർച്ചയാവുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതേസമയം US-ന്റെ തീരുമാനത്തിൽ പഞ്ചാബ് NRI മന്ത്രി നിരാശ പ്രകടിപ്പിച്ചിരുന്നു. ഇവരെ നാടുകടത്താനുള്ള US തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ച മന്ത്രി ധലിവാൾ അവർ US സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ടെന്നും നാടുകടത്തുന്നതിന് പകരം സ്ഥിരതാമസത്തിന് അനുമതി നൽകേണ്ടതാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് 2ാം തവണയും അധികാരം ഏറ്റെടുത്ത ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ US നിയമനിർവഹണ ഏജൻസികൾ കർശന നടപടി ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇവരെ നാടുകടത്താനുള്ള നടപടികൾ US ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയുൾപ്പെടെ 3ഓളം രാജ്യങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാരെയാണ് തിരിച്ചയച്ചത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.